നമസ്കാരം. പട്ടാമ്പിക്കാരുടെ ദേശീയോത്സവമായ 111ാമത് പട്ടാമ്പി നേർച്ച ഈ വരുന്ന ഫെബ്രുവരി 8-9 തീയതികളിൽ അതിവിപുലമായി ആഘോഷിക്കുകയാണ്. അപ്പോൾ നേർച്ചയുടെ ഏകദേശം ഒരുക്കങ്ങളൊക്കെ തന്നെ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. നമ്മോടൊപ്പം ഇപ്പോൾ നേർച്ച കമ്മിറ്റി പ്രസിഡന്റ് KR നാരായണസ്വാമി സ്വാമിയായിട്ട് നമ്മളൊപ്പം ഉണ്ട്. അപ്പോൾ നമുക്ക് ചോദിച്ചേക്കാം, സ്വാമിയായിട്ട് ഏകദേശം ഒരുപാട് കാലം, ഏകദേശം ഒരു 111ാമത് പട്ടാമ്പി നേർച്ച എന്ന് പറയുമ്പോൾ അതിൽ ഏകദേശം ഒരു 10-15 വർഷക്കാലം പ്രസിഡന്റ് സ്ഥാനത്തിരുന്ന് ഈ നേർച്ച നടത്തിയിട്ടുണ്ട്, അതിനൊരു നേതൃത്വം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ തുടർച്ചയായി ഇപ്പോൾ ഏകദേശം 3 വർഷമായി പ്രസിഡന്റ് സ്ഥാനം നിർവഹിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ പ്രാവശ്യത്തിൽ നേർച്ചക്കുള്ള ഒരുക്കങ്ങളൊക്കെ നമ്മൾ? ഞാൻ 988 മുതൽ നേർച്ച കമ്മിറ്റിയുടെ പല സ്ഥാനങ്ങളും വഹിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അത്രയും പഴക്കമുണ്ട്. നമ്മളെ ഈ പട്ടാമ്പി നേർച്ച എന്ന് പറഞ്ഞാൽ ഓരോ പട്ടാമ്പിക്കാരൻ്റെയും രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ളതാണ്. അത് വരും തലമുറകളിലും അത് അങ്ങനെ തന്നെ ആയിരിക്കും ചെയ്യും. തീർച്ചയായും. നമ്മൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആനകൾ പങ്കെടുക്കുന്ന ഒരു നേർച്ച, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ജനപങ്കാളിത്തമുള്ള ദേശീയോത്സവം എന്നുള്ള നിലയ്ക്ക് പട്ടാമ്പി നേർച്ച ഒരു മഹത്തരമായിട്ടുള്ള കാഴ്ച ഒരുക്കുന്ന ഒരു നേർച്ച തന്നെയാണ്. മറ്റുള്ള ഉത്സവങ്ങളെ അപേക്ഷിച്ച് വെള്ളുവനാടിലൊരു മഹോത്സവമാണ്. അതേപോലെ തന്നെ പട്ടാമ്പിയിൽ നമ്മൾ ജാതിമത ഭേദമന്യേ എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് ആഘോഷിക്കുന്നതാണ്. ഓരോ ഉപകമ്മിറ്റികളും മത്സരിച്ച് അവരുടെ കാഴ്ചകളും അവരുടെ വാദ്യങ്ങളും വലിയ ഗജവീരന്മാരെ ഏൽപ്പിക്കുന്നതിൽ, അതുപോലെ ഓരോ ഉപകമ്മിറ്റികളും അവർ പ്രചരണ വേഷങ്ങൾ, വിവിധ തരം അവരുടെ ഡ്രസ് കോഡുകൾ, അതൊക്കെ പട്ടാമ്പി നേർച്ചയൊരു യുവാക്കളാണ് ഓരോ ഉപകമ്മിറ്റിയിൽ വരുന്നത്. അപ്പോൾ അവരുടെ ഒരു അന്നത്തെ ഉള്ള സന്തോഷവും അവരുടെ യുവത്വം നിറഞ്ഞ അവരുടെ ഡാൻസ് ഉൾപ്പെടെയുള്ള എല്ലാ പരിപാടികളും പ്രചരണ അങ്ങനെ ഒരു കാർണിവലായിട്ടാണ് പട്ടാമ്പി ഭവൻ കാർണിവലൊക്കെ പോലെ തന്നെ ഒരു കാണേണ്ട ഒരു കാണാനും ആസ്വദിക്കാനും കഴിയുന്ന ഒരു ഉത്സവമാണ് പട്ടാമ്പിക്കര. തീർച്ചയായിട്ടും പല ദേശങ്ങളിൽ നിന്നും പല ഭാഗത്തുനിന്നായിട്ട് ആളുകൾ ഇവിടെ എത്തുന്നുണ്ട്. എങ്ങനെയാണ് നമുക്ക് അവർക്കുള്ള ഒരു സജ്ജീകരണം ഒരുക്കിയിട്ട്? നമുക്കിപ്പോ പട്ടാമ്പിയിൽ 2000 കെട്ടിടങ്ങളുണ്ട്, അതിന്റെ മട്ടുപ്പാവുകളുണ്ട്. അവിടെ നോക്കിയാൽ നമ്മുടെ കുടുംബിനികൾ, കുട്ടികൾ, വരും തലമുറകൾ, ഓരോ ബിൽഡിങ്ങിന്റെ മേലും പുരുഷാരം, അതുപോലെ സ്ത്രീകൾ നിറഞ്ഞു കവിഞ്ഞ് ഈ നേർച്ചയെ വരവേൽക്കാൻ നിൽക്കുന്നത് നമ്മൾ അവരൊക്കെ ആകാംക്ഷയോടെ ജിജ്ഞാസയോടെ ഇതൊക്കെ കാണാൻ വേണ്ടി നിൽക്കുന്നത് നമ്മളെല്ലാ വർഷവും നമ്മളെ കാണുന്നതും അത് ഒരു കുളിരണിയിപ്പിക്കുന്ന ഒരു രംഗമാണ്. പട്ടാളത്തിൽ ഇത്ര ആളുകൾ വന്നെത്തുക എന്നുള്ളത്. പാലൂർ തങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ നേർച്ച ഇപ്പം ജനകീയ ഉത്സവമായി പട്ടാമ്പിക്കാരുടെ ഒരു മഹനീയ ഉത്സവമായി മാറി. ഇപ്പോൾ എക്സിബിഷൻ നടക്കുന്നുണ്ട്. രാവിലെ ഫെബ്രുവരി, അതായത് ഈ മാസം ഫെബ്രുവരി 9 രാവിലെയാണ് കൊടിയേറ്റം ജാർത്തിന് പിരിച്ച് നടക്കുന്നത്. വൈകുന്നേരം നഗരപ്രദക്ഷിണ ഘോഷയാത്ര ആരംഭിക്കും. അത് സ്റ്റാർട്ട് ചെയ്ത് 5 മണി മുതൽ ഉത്സവങ്ങൾ ടൗണിലേക്ക് വരുമെങ്കിലും അതിൻ്റെ മതസൗഹാർദ്ദ നഗരപ്രദക്ഷിണ ഘോഷയാത്ര തുടങ്ങുമ്പോഴേക്കും 7 മണിയാവും. അത് 10 മണിയോടുകൂടി ബസ് സ്റ്റാൻഡിൽ സമാപിച്ച് അത് 11-11:30 കൂടിയാണ് ഈ ആനകൾ പല ഭാഗത്തേക്ക് പിരിഞ്ഞു പോവുക. പിന്നെ രാവിലെ ഇതിൻ്റെ പാരമ്പര്യ അവകാശികളുള്ള റാവുത്തന്മാർ അവരുടെ തങ്ങൾ കുടുംബത്തിലുള്ള അവരുടെ കാഴ്ചകൾ നെല്ലും മൂടയും അപ്പപ്പെട്ടിയൊക്കെ ആയി വന്ന് അവരെ തിരുമുൽക്കാഴ്ചകൾ സമർപ്പിക്കും യാത്രത്തിൽ. അതോടുകൂടി ആ പ്രാർത്ഥന നിർഭരമായ ചടങ്ങോടുകൂടി തിങ്കളാഴ്ച പുലർച്ചയോടുകൂടിയാണ് പട്ടാമ്പി നേർച്ച സമാപനം കുറിക്കുന്നത്. ഏതായാലും 111ാമത് പട്ടാമ്പി നേർച്ചയ്ക്ക് ഒട്ടനവധി പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുമെന്ന് സ്വാമിയേട്ടൻ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞു. എങ്ങനെയാണ് നമ്മൾ പ്രാവശ്യം എങ്ങനെയാണ്, ഏതൊക്കെ ആളുകൾ ഇവിടെ വിശിഷ്ട വ്യക്തികൾ നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട്? നമ്മളെ MLA-മാരും MP-മാരും ഒക്കെ നമ്മുടെ കൊടിയേറ്റത്തിലും വൈകുന്നേരത്തെ നഗരപ്രദക്ഷിണത്തിലും പട്ടാമ്പിയിലെ നഗരസഭാ കൗൺസിലർമാർ, ഉത്തരവാദിത്തപ്പെട്ട ചെയർമാൻമാർ, വൈസ് അങ്ങനെ പ്രഗത്ഭമതികളായിട്ടുള്ള രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ, പട്ടാമ്പിയിലെ വ്യാപാര രംഗത്തെ പൗരപ്രമുഖർ, പൊതുജനങ്ങളെല്ലാവരും ഇതിൽ നഗരപ്രദക്ഷിണത്തിൽ കൂട്ടായി പങ്കെടുക്കാറുണ്ട്. അത് തന്നെ പട്ടാമ്പിയുടെ ഒരു സാമൂഹിക ഐക്യവും മതസൗഹാർദ്ദത്തിൻ്റെ പര്യായമായിട്ടാണ് ഇപ്പോൾ പട്ടാമ്പി നേർച്ച സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളതും വിശേഷിപ്പിക്കപ്പെട്ടുള്ളതും. സ്വാമിയേട്ടൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ദേശീയ ഉത്സവമാണ് പട്ടാമ്പി നേർച്ച, നമ്മുടെ ഓരോരുത്തരുടെയും മഹോത്സവമാണ്. അപ്പോൾ എല്ലാ മനുഷ്യരെയും സ്വാഗതം ചെയ്യാറ് പട്ടാമ്പി. തീർച്ചയായിട്ടും എല്ലാവരും വരിക, നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ച് കൊണ്ട് തന്നെ ഈ ദേശീയോത്സവത്തെ വരവേൽക്കാം, ആഘോഷിക്കാം. എല്ലാവരെയും അതിലേക്ക് നമ്മൾ ക്ഷണിക്കുകയാണ്. നന്ദി, നമസ്കാരം.